നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF സർക്കാരിന്റെ 5 വർഷത്തിനകം ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തെ വൻ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തന കോടശ്ശേരി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാരാങ്കോട് രണ്ടുകൈ ഉന്നതി നിവാസികൾക്കായി വായന ദിനാചരണം സംഘടിപ്പിച്ചു. പരിയാരം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിക്ടറി ഡേ ആഘോഷിച്ചു. ചിരി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് സങ്കല്പിച്ചു തോന്നില്ല. ഇത്രയും പേര് നിരന്തരമായുണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ഭരണപക്ഷം ഉന്നയിക്കുന്ന കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണെന്നത് രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്ന് ബജറ്റിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. 5 വർഷത്തിനകം ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തെ വൻ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായാണ് വിഭാവനം ചെയ്യുന്നത്. റോഡ്, റെയിൽ, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി കന്നി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ വൻകിട നിക്ഷേപം ആകർഷിക്കും. ഖജനാവിൽ പണം കണ്ടെത്താൻ പരമ്പരാഗത വഴികൾ മാത്രം പോരാ. കേരളത്തിന് 600 കിലോമീറ്റർ തീരദേശമുണ്ട്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 മറ്റ് തുറമുഖങ്ങൾ, ജലസ്രോതസ്സുകൾ എന്നിവയുണ്ട്. 5 വർഷത്തിനകം ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര നടപ്പിലാക്കും. വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ UDF സർക്കാർ അധികാരമേറ്റ ആദ്യ പുതുക്കിയ സംസ്ഥാന ബജറ്റിൽ ജനപ്രിയവും തന്ത്രപരവുമായ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നണി മുന്നോട്ടുവച്ച ജനക്ഷേമ വാഗ്ദാനങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. ആരോഗ്യ സുരക്ഷ, സാംസ്കാരിക വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പുതിയ ബജറ്റ് മുൻഗണന നൽകുന്നു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ പേരിൽ യാഥാർത്ഥ്യമാക്കും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി ബജറ്റിൽ 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തി. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ് ുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്.
കോടശ്ശേരി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാരാങ്കോട് 2 കൈ ഉന്നതി നിവാസികൾക്കായി വായന ദിനാചരണം സംഘടിപ്പിച്ചു. മാരാങ്കോട് ST കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പ വിൽസൺ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സിജി ജോയ്, റിട്ടയർഡ് പ്രധാനാധ്യാപകൻ UU ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാബു എബ്രഹാം എഴുതിയ അമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ അദ്ദേഹം പരിചയപ്പെടുത്തി. വള്ളത്തോൾ സ്മാരക വായനശാല പ്രസിഡന്റും താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റുമായ TA ഷാജി വായനയുടെ ആവശ്യകതയെക്കുറിച്ചും ലൈബ്രറിയെക്കുറിച്ചും സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP എസ്തഫാൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരസ്വതി, വാർഡ് അംഗങ്ങളായ ശകുന്തള വത്സൻ, ജിജി ജോയ്, ഷൈബി ജോസ്, ടോമി കടമ്പാടാൻ, ഓരുമൂപ്പൻ, വിനീഷ് രാജൻ, മെമ്പർ സെക്രട്ടറി K സിന്ധു എന്നിവർ സംസാരിച്ചു. മാരാങ്കോട് ഉന്നതിയിൽ നിന്നുള്ള ആര്യ രാജേഷ് പ്രളയാക്ഷരങ്ങൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത T പത്മനാഭന്റെ ചെറുകഥയായ കാലവർഷം വായിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ആദർശ് P ദയാൽ കുടുംബശ്രീയെക്കുറിച്ചും പ്രോഗ്രാമിനെക്കുറിച്ചും ബ്ലോക്ക് കോർഡിനേറ്റർ നീതു, ആനിമേറ്റർ ഇന്ദിര, അക്കൌണ്ടന്റ് രമ്യ, ST പ്രൊമോട്ടർ രാഹുൽ എന്നിവർ പങ്കെടുത്തു. യുവജന കലാകാരന്റെ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പേരാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഓർക്കുക, പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചാൽ ഓർക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞിനി മാഷിന്റെ 2 വരിയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അദ്ദേഹം ചെറിയ ചെറിയ കവിതകളാണല്ലോ, 3 കവിതകളാണല്ലോ. അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 2 വരിയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളരും. അപ്പൊ നമുക്കും ഇത് തന്നെയാണ്. നമുക്ക് ഒഴിവുള്ള സമയം കുറച്ചെങ്കിലും നമുക്ക് ഈ വായനയോട് നമുക്ക് അറിവ് നേടാനായിട്ട് ചെറിയ ഞാൻ ഇന്നത്തെ ദിവസം ഇതിന്റെ അധ്യക്ഷ ദിവസം ഞാൻ വയ്യായും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരേക്കും സംസാരിക്കേണ്ടതുണ്ട്, നമ്മൾ ഇന്നത്തെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും ബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റ്, എനിക്കറിയാം കുടുംബശ്രീയുമായിട്ട് ഇപ്പൊ ഞാൻ 4 ടൈം ആയിട്ടുള്ളതെന്ന് വിചാരിച്ചു. പരിയാരം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിക്ടറി ഡേ ആഘോഷിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ വിൽസൺ എലുത്തിങ്കൾ അധ്യക്ഷനായി. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പല്ലിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാലി കല്ലേലി, PTA പ്രസിഡന്റ് സാജൻ ജോസ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹീര ഫ്രാൻസിസ്, LP വിഭാഗം പ്രധാനാധ്യാപിക OP റീന, മാതൃസമിതി പ്രസിഡന്റ് സോളി ബ്ലൈസൺ, KO ജോസ്, KT വർഗീസ്, PC റീന എന്നിവർ പ്രസംഗിച്ചു. ഒന്നും തോന്നിയില്ല. അടുത്ത വർഷം ഈ വേദി മനസ്സിൽ സങ്കല്പിച്ച ആരെങ്കിലും ഉണ്ടോ? സങ്കല്പിച്ചു. ചിരി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് സങ്കല്പിച്ചു തോന്നില്ല. ഇത്രയും പേര് തങ്ങൾ ചിന്തിക്കുന്നതാണ്. 9th ഉണ്ട്, 10th ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ 10th കുട്ടികൾ A+ വാങ്ങി വരുമ്പോൾ ഇവരുടെ ചടങ്ങ് നടക്കും ഗവൺമെന്റ് സ്കൂളിൽ. അപ്പോഴും ഞാനിങ്ങനെ ഓഡിയൻസ് ആയിട്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ടായിരുന്നു ഞാൻ 10th ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഫുൾ A+ നേടണമെന്നായിരുന്നു ആഗ്രഹം. അത് കിട്ടി, ഭാഗ്യം കൊണ്ട് കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ വന്നിട്ട് സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് +2 സമ്മാനം മേടിച്ചിട്ടുണ്ട്. പത്രത്തില് ഫോട്ടോയൊക്കെ വന്നോ. പ്രധാനപ്പെട്ടതും അതുപോലെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കളക്ടർ ജോലി ഉപേക്ഷിച്ച് വീണ്ടും പഠിക്കാൻ പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പഠിക്കാൻ പോകില്ല. കാരണം എനിക്ക് പഠിക്കാന്ന് പറയുന്നത് ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. ചിലപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് കൂടുതൽ ഫോക്കസും പഠിത്തത്തിലേക്ക് മാത്രം കൊടുത്തതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, പഠിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏവർക്കും നല്ലൊരു കൈയ്യടി നൽകാം. ഒപ്പം
സജീവ് കൃഷ്ണനുണ്ണി ടിയു രണ്ടുപേരെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. കൃഷ്ണേന്ദു ടി കെ, റോയ്, ദേവനന്ദ കെ എസ്. കൊരട്ടിയിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PV ഫ്രാൻസിസ്, കുഞ്ഞുമോൻ വെളിയത്ത്, PV ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ TO ഡേവിസ്, സോണറ്റ് മൈനാടി, LC ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടിക്കുഴി നോട്ടർഡേം സ്കൂളിൽ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ വായന ദിനം ആഘോഷിച്ചു. ഹയർ സെക്കൻഡറി മുൻ അധ്യാപകനും പത്രപ്രവർത്തകനുമായ PK സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തിയ അക്ഷരലഹരി കയ്യെഴുത്തു പ്രതി പ്രകാശനം ചെയ്തു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ എങ്ങനെയായിരിക്കണം പുതുതലമുറ എന്ന ബോധ്യം വളർത്താൻ പര്യാപ്തമായ പരിപാടികൾ ചടങ്ങിന് മിഴിവേകി. സ്കൂൾ വൈസ് പ്രസിഡന്റ് വായന ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി, മാനേജർ സിസ്റ്റർ സത്യ, PTA വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ അച്ചാടൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ റിൻസി, PJ ഷീന, ജോമോൻ, ബെറ്റ്സി, എൽദോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി ഒരു ഇടവേള. സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. അധ്യാപകൻ എന്ന നിലയിൽ ദീർഘകാലം ഹയർ സെക്കൻഡറി ഭാഗത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധി ദിവസങ്ങൾ വായനാ ദിനങ്ങളായിട്ട് ഞങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 1996 വായനാ ദിനം ആചരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചന നടത്തുന്നത്. ആ വർഷം തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തു. നമുക്കറിയാം, ഗ്രാമീണ മേഖലയിൽ വായന സജീവമാക്കിയത് സ്കൂൾ മാനേജ്മെന്റിൽ സിസ്റ്റർ സത്യ, പ്രിൻസിപ്പാളും സിസ്റ്റർ ജൂലി, ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള സിദ്ദിഖ് സാർ, ടീച്ചേഴ്സ്, കൊച്ചുമക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്തിനാ അറിയോ? എല്ലാവരും കൊണ്ട് ശ്രദ്ധിച്ചേ. എന്തിനാ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇന്ന് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കല്ലേ. നമ്മുടെ ചീഫ് ഗസ്റ്റ് സിദ്ദിഖ് സാർ പറഞ്ഞില്ലേ, 1996 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഇന്നിപ്പോ ഭരണപക്ഷം ഉന്നയിക്കുന്ന കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണെന്നത് രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്ന് ബജറ്റിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുമ്പ് ഭരണപക്ഷം പറഞ്ഞിട്ടുള്ള കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണ് എന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെ ആമുഖത്തിലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ബജറ്റിലെ വിഹിതം പരിശോധിച്ചാൽ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ല എന്ന ചിത്രമാണ് ലഭിക്കുക. 2000 കോടിയുടെ അധിക അലോക്കേഷൻ സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക അപകടാവസ്ഥ എന്ന വാദത്തെ നിരാകരിക്കുന്നുവെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മാർച്ച് മാസത്തിൽ 6000 കോടി രൂപ നീക്കിവെച്ചിട്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നത്. ഇത് ഉപയോഗിച്ച് ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു. നാടിനായി കൂടുതൽ വികസന നടപടികൾ സ്വീകരിക്കുന്നതിന് അടിത്തറയായി ഇത് ഉപയോഗിക്കാമായിരുന്നു. സാമ്പത്തിക നില മോശമല്ലാതിരുന്നിട്ടും ജനക്ഷേമ വികസന കാര്യത്തിൽ നല്ലതുപോലെ പിൻവാങ്ങൽ ഉണ്ടാകുന്നു എന്ന സൂചനയാണ് ബജറ്റിൽ നിന്ന് ലഭിക്കുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റ് പരിശോധിച്ചാൽ കാണാൻ കഴിയുക നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ്. പരമ്പരാഗത വ്യവസായ മേഖലയിലടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്. ആസിയാൻ കരാറിന്റെ ഫലമായി കാർഷിക മേഖല വലിയ ആഘാതം നേരിട്ടു.
കഴിഞ്ഞ ബജറ്റിലൂടെ LDF സർക്കാർ റബ്ബർ, നാളികേരം, നെല്ല് എന്നിവയ്ക്ക് വലിയ പരിഗണനയാണ് നൽകിയത്. എന്നാൽ ഈ മേഖലയിൽ ഒരു ആശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് ബജറ്റിലില്ല. കേന്ദ്ര സർക്കാരിന്റെ നയനിലപാടുകൾ, അതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ധനനഷ്ടം എന്നിവ ബജറ്റ് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. ഇത് കണ്ടില്ലെന്ന് നടിക്കലാണ്. കണ്ടില്ലെന്ന് നടിക്കലും ഒരു രാഷ്ട്രീയമാണ്. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. ധവളപത്രം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് വരും വർഷങ്ങളിലും ഒഴിഞ്ഞു നിൽക്കും എന്നുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ്. ബജറ്റിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. എന്നാൽ വിസ്മയങ്ങൾ ഒന്നും കാണുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. KMRL എക്സാലോജിക് മാസപ്പടി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുറന്നു പരിശോധിച്ചു. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപത്തെ HDFC ബാങ്കിലാണ് ED ഉദ്യോഗസ്ഥർ എത്തി പരിശോധിച്ചത്. കേന്ദ്രസേനയുടെ സുരക്ഷയുടെ അകമ്പടിയോടെയാണ് ED സംഘം പരിശോധനയ്ക്ക് എത്തിയത്. മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് എത്തിയപ്പോൾ ED സംഘത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് പരിശോധനയ്ക്ക് ED സംഘത്തിന് വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ബാങ്ക് അക്കൌണ്ട് നേരത്തെ ED മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വീണയെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് വന്ന 2.78 കോടി രൂപ വന്നതുമായി ബന്ധപ്പെട്ടാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് IKSLന്റെ ഉദ്ഘാടനം ആയുർവേദ സംരംഭക ഷോളി വർഗീസ് നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോജി കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. തനത് ചികിത്സാ പദ്ധതികളും നാട്ടറിവും സമന്വയിക്കുന്ന ജീവിത രീതി പിന്തുടരുന്നത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുമെന്ന് ഷോളി അഭിപ്രായപ്പെട്ടു. തുടർന്ന് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, IKSL കൺവീനർ ഡോക്ടർ C സ്വപ്ന കോമ്പാത്ത്, ജോയിന്റ് കൺവീനർ മിന്ന ഫ്രാൻസിസ്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹണി ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്ന ദ്രോഹമാണോ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അത് അറിവുള്ളവർ പറഞ്ഞു തരും. ഞാനിത് എന്താ പറയാൻ കാരണം അറിയാം. ഞങ്ങൾ ഈ സെമിനാരിയിലുള്ള സമയത്ത് ഇതുപോലെ 300-400 പിള്ളേരല്ലേ കൂട്ടത്തോടെ പരി പിടിക്കും. അപ്പൊ അന്ന് ഞങ്ങളുടെ രക്തച്ചന്മാര് അച്ഛന്മാര് കണ്ട ഒരു സൂത്രവിദ്യയാണ്. എല്ലാ ദിവസവും കമ്പൽസറിയാണ് ചുക്കാപ്പി കുടിക്കണം, ഒരു ഗ്ലാസെങ്കിലും. ഞാനെല്ലാം മനസ്സോടെ ഇങ്ങനെ മൂക്കൊക്കെ പൊത്തി പിടിച്ച് കുടിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് ഒറ്റയടിക്ക് 2680 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,940 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 335 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,370 രൂപയാണ്. ശനിയാഴ്ച ഒറ്റയടിക്ക് 2,160 രൂപ കൂടിയതോടെ വിലയിൽ വർധനവിന്റെ ട്രെൻഡ് തുടങ്ങി. പിന്നീട് 3 ദിവസത്തിനിടെ 4,300 രൂപയാണ് വർദ്ധിച്ചത്. അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിച്ചതും ക്രൂഡ് ഓയിൽ വിലയിലെ കുറവും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. ചൊവ്വാഴ്ച മുതൽ വിലയിൽ ഇടിവ് ദൃശ്യമായിരുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നിലവിൽ കാലവർഷം ദുർബലമാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള തീരത്തിനും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് ശക്തമായ മഴ ലഭിക്കാൻ ഇടയാക്കുന്നത്. തിങ്കളാഴ്ച തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാരിന്റെ 5 വർഷത്തിനകം ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തെ വൻ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തന കോടശ്ശേരി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാരാങ്കോട് രണ്ടുകൈ ഉന്നതി നിവാസികൾക്കായി വായന ദിനാചരണം സംഘടിപ്പിച്ചു. എല്ലാവരുടെയും സംസാരിക്കുന്നതുകൊണ്ട്
നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒന്നും തോന്നിയില്ല. പരിയാരം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിക്ടറി ഡേ ആഘോഷിച്ചു. സങ്കല്പിച്ചു ആരെങ്കിലും സങ്കല്പിച്ചു. ചിരി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് സങ്കല്പിച്ചു തോന്നില്ല. ഇത്രയും പേര് നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ഭരണപക്ഷം ഉന്നയിക്കുന്ന കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണെന്നത് രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്ന് ബജറ്റിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.